ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഉച്ചത്തെ കാര്യങ്ങൾ മുതൽ ഇരുട്ടാവണ വരെയുള്ള എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഇതെന്താ പൊന്നാ? ഇനി രാവിലെ തന്നെ ഒരു പൊതിയിട്ട് വന്നിക്കണേ. ഇത് കസിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാട്ടാ, ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഇങ്ങനെയൊക്കെ ഒരു പൊതി കിട്ടിയാൽ ഇങ്ങനെ കഴിച്ച് എന്നല്ലാതെ ബാക്കി അതങ്ങനെ അതേപോലെ ഉമ്മാനെ ഏൽപ്പിക്കൂട്ടോ. ഉമ്മ എല്ലാവരും ഉള്ള ടൈമിൽ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വീതിച്ച് തരും. ഇത് ഒരു കാലപ്രമേയ പരമ്പര തുടരുന്ന പോലെ അങ്ങനെ തുടർന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മിഠായി എടുക്കുകയും ചെയ്യാം, ഉമ്മമ്മൻ്റെ ഇഷ്ടത്തിന് എല്ലാവർക്കും തരുകയും ചെയ്യും. അതിൽ ഞങ്ങൾ തൃപ്തിപ്പെടും. അങ്ങനെ കേട്ടോ. ഇന്നുണ്ടാക്കിയ മീൻ ഈ ഒരു മീൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിന് കട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. എന്തായാലും ഉമ്മ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടിപ്പോൾ ഞാൻ തന്നെ ചെയ്യാട്ടോ. ഒരുവിധം ഇങ്ങനത്തെ ഒരു ബന്ധം ഒരു ഐഡിയ ഇല്ലാത്ത മീനൊക്കെ കൊടുത്താലും ഉമ്മൻ്റെ മീത്ത് കിടലാണ്. കാരണം നമുക്കത് കട്ട് ചെയ്യാൻ അറിയില്ല. ഇന്നിപ്പോൾ ഉമ്മ പറഞ്ഞു തന്നപ്പോൾ ഇത് സിമ്പിളാട്ടോ. കട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലി ഒന്ന് ചരണ്ടി കൊടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്യാനൊക്കെ സിമ്പിളാട്ടോ ഈ ഒരു മീൻ. മറ്റേ മീനെക്കാട്ടിക്ക് സിമ്പിളായി തോന്നി ഈ ഒരു മീൻ കേട്ടോ. ഒട്ടും പരിചയമില്ലാത്ത പേരറിയാത്തൊരു മീനാണ്. തെരണ്ടിയോ അങ്ങനെ എന്തോ ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. മറ്റേത് നമുക്ക് പരിചയമുള്ള മീനാണ്, പക്ഷെ അത് ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ മേലത്തെ തൊലി കളയാൻ. ഇത് പിന്നെ എനിക്ക് വലിയ റിസ്ക് ഇല്ലാന്ന് തോന്നി. പിന്നെ ഇത് ഞങ്ങൾ വറ്റിക്കുകയാണ്. ശരിക്കും ഇത് പൊരിക്കുകയാണ് എല്ലാവരും ചെയ്യും, ഇങ്ങനെ മസാല ഒക്കെ തേച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഏതായാലും ഈ മീൻ വറ്റിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടുതൽ അതും ഇട്ടാണ്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ 3 അസിസ്റ്റൻ്റ്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കട്ടിങ്ങും ഇതൊക്കെ ഓൾക്ക് ഇട്ട് കൊടുത്തിക്കണേ. ഓലെപ്പോഴും അതിർത്തിയിലുണ്ടാവില്ല, ചില ഇടവേളകളിൽ അവരെ മുങ്ങൂട്ട് അവിടുന്ന്. അങ്ങനെ ഇനി ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ 3 ആളുണ്ടാകുമ്പോൾ ഞങ്ങൾ ഓരോ പാർട്ടായിട്ട് തിരിക്കും. ഒരാൾക്ക് ക്ലീനിങ് ആണെങ്കിൽ ഒരാൾക്ക് കുക്കിങ്, ഒരാൾ പുറത്തത്തെ പണി, അങ്ങനെയൊക്കെ അങ്ങനെ തിരിച്ച് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനത്തെ കിച്ചണത്തെ പരിപാടി തീരുമാനമാക്കൂട്ടോ. പിന്നെ എന്നാൽ 3 ആളും കൊണ്ടുള്ള ടൈമിൽ ഞങ്ങൾ വേഗം കിച്ചണിന് ഫ്രീ ആവും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ കറി വെക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാനൊരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ഈ കറി വെക്കുക എന്നുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഇത് തലേന്നത്തെ കറി കേട്ടോ. ഈ കറി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ, അമ്മാൻ്റെ കണ്ടുപിടുത്തം. പക്ഷെ ബ്രില്യൻറ്റ് എന്ന് തന്നെ പറയും, അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. പക്ഷേ തലേന്നത്തെ കറി നമ്മൾ രാത്രി എടുക്കുമ്പോഴും അതേപോലെ രാവിലെയൊക്കെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വെച്ച കറി ആവണം കേട്ടോ, അല്ലെങ്കിൽ പണിവാളും. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. മീൻ കറി തന്നെ ആവണം കേട്ടോ, വേറെ വല്ല കറിയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ മീൻ കായൻ്റെയൊക്കെയാണ്. ഞങ്ങളുണ്ടല്ലോ അടുപ്പ് ചൂടാണ്, മീൻസ് തീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഫുള്ള് അടുപ്പ് തന്നെ കേട്ടോ. കാരണം 2 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ഇവിടെ നിർത്തരാനും. കാരണം കിച്ചണ് പുറത്തൊന്ന് അകത്തൊന്നാണ്. പുറത്താണ് ഞങ്ങൾ കത്തിക്കൽ, അകത്തധികം കത്തിക്കാറില്ല. അപ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി തന്നാൽ നമുക്ക് അവിടെ നിന്ന് കത്തിച്ചാൽ മതിയല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ ഫുള്ള് ഞങ്ങൾ പുറത്തത്തെ അടുപ്പത്ത് തന്നെ അണ്ട് റെഡിയാക്കൂട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലോ കറി വെന്തപ്പോൾ അത് തൂമിച്ചിട്ട് സെയിം ചട്ടി തന്നെ നമ്മൾ മീനും വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ കറിവേപ്പില ഞങ്ങൾ എല്ലാത്തിലും നന്നായിട്ടിടും. നീ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കറിവേപ്പില ഒഴിവാക്കും. പക്ഷേ നല്ലൊരു മുടി വളരാനും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ കറിവേപ്പില കഴിക്കുന്നത് ഒരുപാട് നല്ലതാട്ടോ. ഇത് ഒഴിവാക്കുന്ന സാഹചര്യം കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ തേങ്ങ അരക്കണതായിക്കോട്ടെ, ചട്നി അരക്കണ ഐറ്റംസിലെല്ലാം ഞങ്ങൾ കറിവേപ്പില നന്നായിട്ട് ഇടാറുണ്ട് കേട്ടോ. മക്കളൊക്കെ കഴിച്ചോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഒരു കൊറിയർ വന്ന്, അപ്പോൾ ഞാനൊന്നും ഓർഡർ ചെയ്യാത്ത കാരണം തന്നെ ഞാൻ തെസ്തിനെ പറഞ്ഞയച്ചു കേട്ടോ. പക്ഷേ ഇത് എനിക്കുള്ളത് തന്നെയായിരുന്നു. ആദ്യം തന്നെ താങ്ക്സ് ജെറി ലഞ്ച് ബോക്സ്. കാരണം ആപ്പെക്സിൻ്റെ കമ്പനീൻ്റെ നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ. മക്കളെ കിറ്റ് ചെറുതായിക്കാരം, ലഞ്ച് ബോക്സ് വലുതായിക്കാരം. അപ്പോൾ എൻ്റെ മോൾക്ക് നല്ലൊരു സൈസൊത്ത സാധനം തന്നെ കിട്ടിയിട്ടാണ്. നല്ലൊരു പ്രോഡക്റ്റ് സ്റ്റീലിൻ്റെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ 300 സംതിങ്ങിനൊക്കെ ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല അഫോർഡബിൾ റേറ്റാണ്. കാരണം പുറത്തുനിന്നൊന്നും ഈ റേറ്റിന് ഇങ്ങനെ ഒരു ഐറ്റം കിട്ടൂല. അപ്പോൾ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഞ്ഞെടുക്കൽ ടാസ്ക്കാണ്. അതിലാണ് ഞങ്ങൾ 3 പേരും തോറ്റത്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് കഞ്ഞിൻ്റെ എല്ലാം ഞങ്ങളും കുടിക്കട്ടെ. അത് ഉമ്മാൻ്റെ ഒരു ചൊല്ലാണ്. മരങ്ങൾ കണ്ണി കണ്ടത് മേടിച്ച് തേക്കണക്കാട്ടി നല്ല ഇതിൽ നിന്നൊരു ഗ്ലാസ് കുടിച്ച് നോക്കി, മുടിയൊക്കെ വലുതാവാൻ ഇത് മതിയെന്ന് അറിയിട്ടാ. ഉമ്മാൻ്റെ കാര്യത്തിൽ അത് സക്സസ് ആണേനും. അപ്പം ഞങ്ങൾ ഇത് എന്നും മുടക്കാറില്ല കേട്ടാ.
കുളിക്കാൻ പോവാ? തട്ടെടുത്താലോ? കുളിക്കാൻ പോണ്ട? എപ്പോഴും എമിനു കുളിച്ചാ? ആത്താ നിങ്ങളെന്താപ്പാ കാലൊക്കെ നീട്ടിയിരിക്കണേ? അതെ ഗൈസ്, ഇതിനിരിക്കണം. നിന്നാൽ ഇതൊന്നും തീരൂല. അപ്പം നമ്മൾ അവിടാണ്ട് ഇരിക്കും. എൻ്റെ കുട്ടി മീനൊക്കെ കൂട്ടിയിട്ടാണ് കഞ്ഞൊടിക്കുക. ഏയ് ചിന്റെ കുട്ടീനെ മീൻ നെയ്മ ഇവിടെ ഇരിക്ക്. നെയ്മ ഇവിടെ വന്നിരിക്ക്. കുട്ടീനെ മീന് മുഴുവൻ വന്ന് തിന്നാണ് ഗൈസ്. നിന്നല്ലോ നിന്നോ? നീ കൊടുക്കൂലല്ലോ? പൂച്ചണി പൂച്ചണി മീ തിന്നാന് ജോ കൊടുത്താ? വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ മക്കൾ വന്ന് സ്കൂളിൽ വന്നാൽ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള ഒരുക്കത്തിലേക്ക് ഇരിക്കുമ്പോഴാണ് ഉമ്മ രാവിലെ കിട്ടിയ മുട്ടായി എത്തുന്നത്. അത് ഓവറ. അത് തൊലിച്ചിട്ടില്ലേ? തൊലിച്ചെടുത്താ ടേസ്റ്റ് നോക്കാൻ തരുവോ? നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരുവോ? അത്ര ടേസ്റ്റ് നോക്കിയാ മതി. ഉമ്മച്ചി തരുവോ? നമ്മള് കഴിച്ചാ ഫുള്ളു എമ്മയോ? മിഠായി മിഠായി ഇന്നുണ്ടെങ്കിൽ തിന്നായിരുന്നു. തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. ഇലു ഒരു 3-4 ദിവസത്തിനോളം ഉമ്മാൻ്റെ വീട്ടിൽ പോയത് എന്നിട്ടാ. അപ്പോൾ അവളെ കണ്ടാൽ സന്തോഷമാണ് ഈ കാണുന്നത് മുഴുവനും. ഇന്നത്തെ പഠിത്തം ഇലു വന്ന സന്തോഷത്തിലും ഉമ്മാൻ്റെ മുട്ടായിലും കൂടെ ഗോവിന്ദയിക്കണേ. ഇത് പിന്നെ ഉണ്ടല്ലോ ഇലു വന്നപ്പോൾ കൊടുക്കുന്നതാണ്. എന്നാ മൂത്താറിനിട്ട് ഉള്ളത് കൊടുന്ന നന്നാട്ട എനിക്ക്. ഇന്നിപ്പോൾ ഭട്ടൂര പൊരിച്ചൊക്കെയാണ്. ഞങ്ങളധികം രാത്രി ചോറ് കഴിക്കാറില്ല കേട്ടോ ആരും. എല്ലാവരും സ്ലിം ബ്യൂട്ടിക്കാരാണ്. അപ്പോൾ ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ദോശ ചൂട് അങ്ങനെ കേട്ടോ. കറി പിന്നെ അവർ ചോയ്സാണ്. കാരണം ഒന്നിങ്ങ മീൻ കറി അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും കറി അങ്ങനെ. റസക്ക് പിന്നെ കറി വേണ്ട, ഞാൻ ഇങ്ങനെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് അങ്ങനെ കൊടുത്ത്. മറ്റവർക്ക് 2 പേർക്കും ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടാണ്. കാരണം എന്തൊക്കെ കിട്ടണം അതൊക്കെ പിടിച്ചിടും. കാരണം അല്ലെങ്കിൽ രാത്രി ഭയങ്കര കരച്ചിലേക്കാരെ വിശന്നിട്ട്. അപ്പോൾ പിന്നെ അതൊരു പരീക്ഷണത്തിന് നിൽക്കാറില്ല. ഇവണ്ടല്ലോ ഒന്ന് മിഠായി കവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറുമ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മിച്ചിട്ട് നിസ്കാരപ്പായത്തേക്ക് പോകുന്നുണ്ടെന്ന് തന്നെ കണ്ട് ഒക്കെ പിടിച്ച് കൊല്ലാൻ നിൽക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് സംസ്കാരം കഴിഞ്ഞിട്ടാണ് യാസീനും ബക്കറ വാക്കിയ റഹ്മാൻ ആ സൂറത്തൊക്കെ ഓതാറിട്ടോ. അതൊക്കെ ഓതിയാൽ ഒരു പ്രത്യേക സമാധാനം. അത് ഓതാത്ത ദിവസം എന്തോ ഒരു ഇതാട്ടോ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.